Hello viewers, namaste, welcome back to my video. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മുടെ സോഫ്റ്റ് വിൻട്രേഡ് ഉപയോഗിച്ച് കറക്റ്റ് ടൈമിൽ നമുക്ക് എൻട്രി എക്സിറ്റ് എങ്ങനെ എടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ എക്സാമ്പിൾ ഞാൻ ഇവിടെ 2 സ്റ്റോക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള സ്റ്റോക്കുകൾ ഇതുപോലെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇതിനകത്ത് സിഗ്നൽസ് വന്നോളാം. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എല്ലാ സിഗ്നലും നമ്മൾ ട്രേഡ് എടുക്കല്, കാരണം എല്ലാ സിഗ്നലും കൺഫേം ആയിരിക്കില്ല. അപ്പോൾ ഒരു സിഗ്നൽ വന്നു കഴിഞ്ഞാൽ അത് കൺഫേം ആണെന്ന് കൂടി നമ്മൾ ചെക്ക് ചെയ്യണം. അതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പം ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ലൈവായിട്ട് ഇതിൻ്റെ ഒരു പെർഫോമൻസ് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ലൈവ് എന്തെങ്കിലും കൂടുതൽ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വിളിക്കുക. 9061973737 ഇതെൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ കൂടിയാണ്. ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിന് ഡയറക്റ്റ് ലിങ്ക് ഇട്ടുണ്ട്, ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ചാറ്റിലോട്ട് വരാവുന്നതാണ്. അല്ലെങ്കിൽ ഓഫീസ് വിസിറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഓഫീസ് ചേർത്തല, ആലപ്പുഴ ഡിസ്ട്രിക്ട് ചേർത്തല KSRTC സ്റ്റാൻഡ് അടുത്തായിട്ടാണ്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് പെട്ടെന്ന് പറഞ്ഞുതരാം. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന BPCL ആണ്. ഇത് ഇൻട്രാഡേ വൈസ് ഇതിന് ഞാൻ 5 മിനിറ്റ് ടൈം ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് മാർക്കറ്റ് റേറ്റ് 345. ഇത് ഏത് സ്റ്റോക്ക് എടുത്താലും മാർക്കറ്റ് റേറ്റ് നമുക്കിവിടെ ഡിസ്പ്ലേ വരും. ഇത് റിയൽ ടൈമിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിനകത്തൊരു വൈറ്റ് വെർട്ടിക്കൽ ലൈൻ കാണാൻ സാധിക്കും നിങ്ങൾക്ക്. അത് ഡേ സെപ്പറേഷൻ ലൈനാണ്. അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ സെൽ സിഗ്നൽ റെഡ് ഡൗൺ ആരോ സെൽ ചെയ്യാനുള്ള ഇൻഡിക്കേഷനും ഗ്രീൻ കളർ പാരോ ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷനുമാണ്. സിഗ്നൽസ് എല്ലാം ഓട്ടോമാറ്റിക് ആണ്. സിഗ്നൽ വരുമ്പോൾ തന്നെ സോഫ്റ്റ്വെയർ നമുക്ക് ഇതുപോലെ അലേർട്ട് മെസ്സേജ് വഴി ഇൻഡിക്കേഷൻ തരും. അലേർട്ടും വരും, സൗണ്ടും കേൾക്കാൻ പറ്റും. ഇത് അലേർട്ട് മെസ്സേജിലും സോഫ്റ്റ്വെയർ നമുക്ക് എഴുതി കാണിക്കും ഏത് റേറ്റിലാണ് നമുക്ക് ബൈ ചെയ്യേണ്ടത്. സെല്ലാണെങ്കിൽ സെൽ ചെയ്യാൻ ഡീറ്റെയിൽസ് കാണിക്കും. അതുപോലെ നോക്കുകയാണെങ്കിൽ ഏറ്റവും മേളിലത്തെ ഡാഷ്ബോർഡിലും സോഫ്റ്റ്വെയർ കാണിച്ചു തരും. നമുക്ക് BPCL രാവിലെ 9:15 9:19 കഴിഞ്ഞപ്പോൾ നമുക്ക് സെൽസിൽ വന്നിട്ടുണ്ടായിരുന്നു 351.25. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 355.25 ട്രേഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളിത് കൺഫേം അതായത് മാർക്കറ്റ് ഡൗണിലോട്ട് പോയാലല്ലേ നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. അത് ഡൗണിലോട്ട് പോകും എന്ന് നമ്മൾ എങ്ങനെ അറിയുമെന്ന് വെച്ചാൽ നമുക്ക് സെൽസിൽ ആണെന്നുണ്ടെങ്കിൽ താഴെ നോക്കി ഇതുപോലെ ഇവിടെ എഴുതി കാണിക്കണം പ്രൈസ് സെൽസ് ഒന്ന് സോഫ്റ്റ് എഴുതി കാണിച്ചു തരണം. അതുപോലെ നമ്മൾ സെക്കൻഡ് ക്യാൻഡിലാണ് എൻട്രി ചെയ്യേണ്ടത്. കാരണം ഞാൻ പറഞ്ഞ 351.25 നമുക്ക് ഏത് ക്യാൻഡിലാണോ സിഗ്നൽ വന്നിരിക്കുന്നത് സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് പ്രൈസ് ആണ്. അപ്പോൾ സെക്കൻഡ് ക്യാൻഡിൽ തന്നെ നമുക്ക് എൻ്റർ ചെയ്യാം. താഴത്തെ ബാർ നോക്കി, ആ സെക്കൻഡ് ക്യാൻഡിൽ താഴത്തെ ഒരു ബാറുണ്ട്. ആ ബാർ റെഡ് ആണെന്നുണ്ടെങ്കിൽ ലൈവ് മാർക്കറ്റിൽ ആ ഓരോ ക്യാൻഡിലും ഓരോ ബാർ ഫോം ചെയ്യും. ആ ബാർ റെഡ് ആണെന്ന് മാത്രം നിങ്ങൾ നോക്കുക. 2 കൺഫർമേഷൻ മതി. ഈ കൺഫർമേഷൻ ഉണ്ടെങ്കിൽ സിഗ്നൽ കൺഫേം ഡയറക്റ്റ് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ഏത് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണോ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. സിഗ്നൽ വന്ന ശേഷം പ്രൈസ് സെൽസ് ഓൺ ആൻഡ് ബാറിൻ്റെ കളർ സിഗ്നലിൻ്റെ ഫേവറിൽ ബൈ ആണെന്നുണ്ടെങ്കിൽ ഗ്രീൻ ആയിരിക്കണം, സെല്ലാണെന്നുണ്ടെങ്കിൽ റെഡ് ആയിരിക്കണം. അതുപോലെ പ്രൈസ് സെൽസ് ഓൺ സെല്ലിന് വേണ്ടിയിട്ടാണ്. ബൈ വരുമ്പോൾ ബൈ സോൺ ആയിരിക്കണം. നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ താഴത്തോട്ട് നോക്കൂ. ടാർഗറ്റ് 1, ടാർഗറ്റ് 2, ടാർഗറ്റ് 3 3 ടാർഗറ്റും സ്റ്റോപ്പ് ലോസ്. അത് ട്രെയിലിംഗ് ആണ്. മാർക്കറ്റ് ഇറങ്ങുന്നതുകൊണ്ട് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തുകൊണ്ടിരിക്കും, റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഞാൻ കാണിക്കാൻ പോണ അശോക് ലെയ്ലാൻഡ് നോക്കുകയാണെങ്കിൽ എന്താ ഇന്നലെ ഇന്നൊക്കെ നല്ല മാർക്കറ്റ് ആയിരുന്നു. നമുക്ക് സെല്ല് വന്നത് കൺഫേം ആയിരുന്നു. താഴത്തെ ബാറ് പ്രൈസും ബൈസോൺ ആയിരുന്നു. നമുക്ക് 175.85 സെല്ല് വന്നിരുന്നത് 10-19 ഉണ്ട്. അത് 3 ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. സിഗ്നൽ വരുമ്പോൾ സോഫ്റ്റ് നമുക്ക് അലേർട്ട് കാണിക്കും. അതുപോലെ നമ്മുടെ ട്രെൻഡ് റിവേഴ്സ് ടൈമിൽ കാണിക്കും. ടാർഗറ്റ് അച്ചീവ് ചെയ്യുമ്പോൾ റീ എൻട്രി എന്ന് വെച്ചിട്ടുണ്ട്. ഇവിടെ റീ എൻട്രി ഓപ്ഷൻ ഉണ്ട്. റീ എൻട്രി എന്ന് വെച്ചാൽ സ്റ്റോക്കിൽ റീ എൻട്രി എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഒരു എൻട്രി എടുത്ത ശേഷം ടാർഗറ്റ് എല്ലാം അച്ചീവ് ചെയ്ത ശേഷം ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്ന മാർക്കറ്റിൽ സോഫ്റ്റ്വെയർ തരുന്ന ഒരു ഓപ്ഷനാണ് റീ എൻട്രി. അതായത് സോഫ്റ്റ്വെയർ കയറി നിൽക്കുന്ന മാർക്കറ്റിൽ നിന്ന് ആ ടൈമിൽ പ്രൈസ് അനുസരിച്ച് ഒരു എൻട്രി കാണിച്ചു തരും. എക്സിറ്റ് ലെവലും അവിടെ തന്നെ കാണിച്ചു തരും. അതിനാണ് റീ എൻട്രി എന്ന് പറയുന്നത്. അത് ക്ലയൻസിന് നമ്മുടെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതായത് ഡിപ്പെൻഡ്സ് ഓൺ അവർ നമുക്ക് റിസ്ക് എടുക്കാവുന്നതില്ല. നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ലെങ്കിൽ അത് റീ എൻട്രി നോക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇതിനകത്ത് തന്നെ നമുക്ക് സൈഡ് വേസ് ആണെങ്കിൽ അത് ഉൾപ്പെടെ കാണിച്ചു തരും. താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റൊരു ബ്ലൂ സ്റ്റാർസ് ആൻഡ് മേഖല ഒരു റെഡ് സ്റ്റാർസ് കാണാൻ പറ്റും. റെസിസ്റ്റൻസ് സപ്പോർട്ട് ലെവൽസ് ആണ്. അതായത് നമുക്ക് സോഫ്റ്റ്വെയർ കംപ്ലീറ്റ് പാക്കിലാണ്. എല്ലാം ഡീറ്റെയിൽസ് സോഫ്റ്റ്വെയർ കാണിച്ചു തരും. ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് കാണിക്കുന്നതാണ്. അതായത് ഇതെല്ലാം ഓൾറെഡി പ്രോഗ്രാം ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് കാണിക്കുന്നതാണ് സിഗ്നൽസ്. അത് ജസ്റ്റ് ഫോളോ ചെയ്യുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ തന്നെ നമ്പർ ഡിസ്പ്ലേ ആവുന്നുണ്ട്, വിളിക്കുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.